പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഉദ്വേഗഭരിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇറാൻ കടന്നുപോകുന്നത്. മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ രാജ്യം ആര് നയിക്കുമെന്ന ചോദ്യത്തിന് മുജ്തബ ഖമേനി എന്ന ഉത്തരം ലഭിച്ചെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. മുജ്തബ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും അദ്ദേഹം നിലവിൽ റഷ്യയിൽ അതീവ രഹസ്യമായി ചികിത്സയിലാണെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് ഇറാന്റെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ബാധിക്കുന്ന ഒന്നായി മാറുകയാണ്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ അതിശക്തമായ ഒരു വ്യോമ ആക്രമണത്തിലാണ് മുജ്തബയ്ക്ക് പരിക്കേറ്റതെന്നാണ് സൂചന. ഈ ആക്രമണം വെറും ഒരു സൈനിക നീക്കമായിരുന്നില്ല, മറിച്ച് ഇറാന്റെ പരമോന്നത നേതൃത്വത്തെ പാടെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതായിരുന്നു. മുൻ നേതാവ് അലി ഖമേനി കൊല്ലപ്പെട്ട അതേ സാഹചര്യത്തിൽ തന്നെ മുജ്തബയ്ക്കും പരിക്കേൽക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ മുജ്തബയുടെ ഭാര്യയും മകനും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. തന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടതിനൊപ്പം ശാരീരികമായി അതീവ ഗുരുതരമായ പരിക്കുകളും അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുജ്തബ കൊല്ലപ്പെട്ടുവെന്ന് നേരത്തെ പ്രസ്താവന നടത്തിയിരുന്നുവെങ്കിലും രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ നൽകുന്ന വിവരം അദ്ദേഹം ജീവനോടെ ഉണ്ടെന്നാണ്. എന്നാൽ ആ ജീവിതം വെന്റിലേറ്ററുകളുടെയോ അത്യാധുനിക മെഡിക്കൽ സംവിധാനങ്ങളുടെയോ സഹായത്തോടെയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇറാൻ നേരിടുന്ന ഈ സങ്കീർണ ഘട്ടത്തിൽ അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ റഷ്യയാണ് സഹായഹസ്തവുമായി എത്തിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് നൽകിയ വാഗ്ദാനത്തെ തുടർന്നാണ് മുജ്തബയെ ഇറാനിൽ നിന്നും മാറ്റാൻ തീരുമാനിച്ചത്. ഇറാന്റെ മണ്ണിൽ ഇസ്രയേലിന്റെ ചാരക്കണ്ണുകൾ എപ്പോഴും പതിഞ്ഞിരിക്കുകയാണെന്നതിനാൽ അവിടെയുള്ള ചികിത്സ സുരക്ഷിതമാകില്ലെന്ന വിലയിരുത്തലാണ് മോസ്കോയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്.